പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു കഥാഭാഗത്തേക്ക് വരികയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു കഥ പഠിച്ചു, രാജാവിനെ തോൽപ്പിച്ച ബുദ്ധി. ആ കഥയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ഒരു കഥയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അശ്വതി എന്നാണ് ഈ കഥയുടെ പേര്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു പെൺകുട്ടിയുടെ പേരാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ കഥയെ നമുക്ക് ചെറുകഥ എന്ന് പറയാം. ഞാൻ ആദ്യം പറഞ്ഞു, മുമ്പ് നമ്മൾ പഠിച്ച കഥയിൽ നിന്ന്, രാജാവിനെ തോൽപ്പിച്ച ബുദ്ധി എന്ന ആ കഥയിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട്. അതൊരു പഴയ കഥയാണ്. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് കഥകളുണ്ട്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പാഠം പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഈ കഥ എഴുതിയത് ടി പത്മനാഭനാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം. മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു കഥാകൃത്താണ് ടി പത്മനാഭൻ. 90-ാം വയസ്സിലും കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. മലയാളത്തിലെ ഏറ്റവും വലിയ കഥാകൃത്ത് എന്ന അദ്ദേഹത്തെ നമുക്ക് പറയാം. ഒരുപാട് കഥകൾ എഴുതി വളരെ പ്രസിദ്ധനായ അദ്ദേഹത്തിൻ്റെ അശ്വതി എന്ന കഥയാണ് നമ്മളിനി പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്ന് എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകളാണ് ശേഖുട്ടി. ഇതിൽ ഈ ശേഖുട്ടി എന്ന കഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതൊരു നായയുടെ കഥയാണ്. ദാമു എന്ന ഒരാളുടെ വളർത്തു നായയാണ് ശേഖുട്ടി. ശേഖുട്ടി നല്ല കുറുമ്പനാണ്. കാണുന്നവരെ എല്ലാം പേടിപ്പിക്കും. ഉപദ്രവിക്കില്ലെങ്കിൽ പോലും പേടിപ്പിക്കും, കുരയ്ക്കും. അവർക്ക് നേരെ കുരച്ച് ചാടും. അതുകൊണ്ട് ശേഖുട്ടി എപ്പോഴും കൂട്ടിനകത്ത് തന്നെയാണ്. ചില സമയത്ത് രാത്രി സമയങ്ങളിലൊക്കെ ഒന്ന് പുറത്തേക്ക് വരും. ആ സമയത്ത് കണ്ണിന് മുന്നിൽ കാണുന്നവരെയൊക്കെ പേടിപ്പിച്ചു വിടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശേഖുട്ടിയെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഉടമസ്ഥന് കിട്ടുകയും വളരെയധികം വിഷമത്തിലാവുകയും ചെയ്യുകയാണ് ആ യജമാനൻ. ഒരിക്കൽ ഈ ഉടമസ്ഥൻ സ്ഥലത്തില്ലാത്തൊരു സമയത്ത് ശേഖുട്ടി ചില കുരുത്തക്കേടുകൾ ഒപ്പിക്കുകയാണ്. ചിലർ ചേർന്ന് ഈ ശേഖുട്ടിയുടെ മുഖത്ത് കുരയ്ക്കാതിരിക്കാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനും ഒരു പട്ട കൊണ്ട് ബന്ധിക്കുകയാണ്. ഒരു പട്ടയിട്ട് വാ പൂട്ടിയിടുകയാണ്. വാ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ നായയെ എത്തിക്കുകയാണ്. അതോടുകൂടി തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന ആ വല്ലാത്തൊരു വിഷമം നായയെ ബാധിക്കുന്നു. അതുമാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഈ പൂട്ടുമുറുകിയുള്ള വേദന ഒരു ഭാഗത്ത്. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് നിരത്ത് വക്കിൽ അങ്ങനെ കിടക്കുകയാണ് ശേഖുട്ടി. അപ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു മൃഗത്തിൻ്റെ മറ്റുള്ളവരുടെ പരിഗണനകൾ ലഭിക്കാതെ ഇരിക്കുമ്പോഴുള്ള വിഷമങ്ങൾ, ഇതെല്ലാം ആവിഷ്കരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കഥയാണ് ശേഖുട്ടി. മറ്റു പ്രധാനപ്പെട്ട കഥകളാണ് ഗൗരി, കാലഭൈരവൻ, ഗോട്ടി, യാത്ര. മറ്റു കഥകളാണ് വെളുത്ത കുട്ടി, കടൽ. അങ്ങനെ ഒരുപാട് കഥകൾ രചിച്ച് നമ്മുടെ ഭാഷയിൽ പ്രസിദ്ധനായി തീർന്ന എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മറ്റു ചില ഇഷ്ടങ്ങൾ കൂടിയുണ്ട്. റോസാപ്പൂക്കളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അതേപോലെ തന്നെ
അദ്ദേഹത്തിൻ്റെ വീട് നിറയെ പൂച്ചക്കുട്ടികളാണ്. പൂച്ചക്കുട്ടികളെ വളർത്താൻ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. പിന്നെ കുട്ടിക്കാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യം നിങ്ങളോട് പറയും. അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണത്രേ ഈ ലെമണേഡ് എന്നുള്ള ഒരു ദ്രാവകം കുടിക്കുക. ഈ ലെമണേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ നാരങ്ങ സോഡ എന്നൊക്കെ പറയുന്ന ആ ഒരു കുപ്പിക്കകത്ത് നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു ദ്രാവകമുണ്ടല്ലോ. അപ്പം ഇത് അദ്ദേഹത്തെ കുട്ടിക്കാലത്ത് വളരെയധികം കൊതിപ്പിച്ചിരുന്നു. പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ, ഈ കണ്ണൂരായതുകൊണ്ട് അവിടുത്തെ ആ പൂരപ്പറമ്പിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ തെയ്യവും തിറയും ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ തെയ്യക്കോലമൊന്നും കാണാൻ നിൽക്കാതെ എന്ത് ചെയ്യും, ഈ കടയുടെ മുന്നിൽ അദ്ദേഹം പോയി നിൽക്കുമത്രേ, ഒരു ലെമണേഡ് വാങ്ങി കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷെ അതിനുള്ള പണമൊന്നും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്നും കിട്ടാത്തത് കൊണ്ട് ആ ആഗ്രഹം ഒരിക്കലും സാധിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്തരം മോഹങ്ങളുമായി ഒക്കെ ബന്ധമുള്ള ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അശ്വതി. നമുക്ക് കഥയിലേക്ക് വരാം. കഥ വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കൂ. അശ്വതി. നേരം സന്ധ്യയാകാറായി. എന്നിട്ടും പീടികയിൽ നല്ല തിരക്കായിരുന്നു. എന്നെപ്പോലെ തന്നെ എല്ലാവരും മഴ തീരാൻ കാത്തു നിന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പകൽ മുഴുവൻ മഴയായിരുന്നല്ലോ. ഇതൊന്ന് തീർന്നിട്ട് പുറത്തേക്കിറങ്ങാം എന്ന് കരുതി ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. വീട്ടിലാണെങ്കിൽ പല സാധനങ്ങളും ഇല്ലായിരുന്നു. ഉപ്പ്, മുളക്, അരി, ഗോതമ്പ് പൊടി, അങ്ങനെ പലതും. പക്ഷെ എനിക്ക് മഴയത്ത് കുന്നു കയറി ഇറങ്ങി പീടികയിലേക്ക് പോകാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ആകാശത്തേക്ക് നോക്കി മറ്റൊന്നും ചെയ്യാതെ അക്ഷമനായി ഞാൻ വീട്ടിലിരുന്നു. പീടികയിൽ വന്നവരിൽ കൂടുതലും പ്രായം ചെന്ന തൊഴിലാളി സ്ത്രീകളായിരുന്നു. അവരിൽ ചിലരെയൊക്കെ എനിക്ക് മുഖപരിചയവും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം പഠിച്ച കഥയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഈ കഥയ്ക്ക് എന്ന് തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് രാജാവ് ഉണ്ടായിരുന്നു എന്നല്ല, പിന്നെയോ നേരം സന്ധ്യയാകാറായി. എന്നിട്ടും പീടികയിൽ നല്ല തിരക്കായിരുന്നു. എന്നെപ്പോലെ തന്നെ എല്ലാവരും മഴ തീരാൻ കാത്തു നിന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കഥയുടെ തുടക്കം തന്നെ ശ്രദ്ധിക്കുക. ആ സമയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. എപ്പോഴാണ് കഥ നടക്കുന്നത്? കഥ നടക്കുന്നത് സന്ധ്യാസമയത്താണ്. സന്ധ്യ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ദിവസം എത്ര സന്ധ്യകളുണ്ട് എന്ന് നിങ്ങൾക്കറിയൂ? ഒരു ദിവസം 2 സന്ധ്യകളുണ്ട്. എപ്പോഴൊക്കെയാണ്? ഒന്ന് വൈകുന്നേരത്തെ സന്ധ്യ. എന്തായി സന്ധ്യ എന്ന് പറഞ്ഞാൽ? സന്ധ്യ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്ന സമയം എന്ന്. എന്തിൻ്റെ കൂടിച്ചേരലാണ് സന്ധ്യ? രാത്രിയുടെയും പകലിൻ്റെയും ആ കൂടിച്ചേരലിന് ഇടയിലുള്ള ആ ഒരു കുറച്ച് നേരത്തെയാണ് നമ്മൾ സന്ധ്യ എന്ന് പറയും. പകൽ പോയിട്ടുമില്ല, രാത്രി വന്നിട്ടുമില്ല, ആ ഇടനേരം. അതേപോലെ രാവിലെയും ഇല്ലേ, രാവിലെ പകൽ വരുന്നതിന് മുമ്പും രാത്രി പോകുന്നതിന് മുമ്പുമായ ആ ഒരു ചെറിയ ഇടവേളയെ നമ്മൾ ഉഷസന്ധ്യ എന്നാണ് പറയുന്നത്. വൈകിട്ടുള്ളത് പ്രദോഷ സന്ധ്യയാണ്. അപ്പോൾ നമ്മുടെ കഥ നടക്കുന്നത് എപ്പോഴാണ്? ഒരു സന്ധ്യാനേരത്താണ്. എവിടെ വെച്ചാണ് കഥ നടക്കുന്നത്? ഒരു പീടികയിൽ. പീടിക എന്ന് പറഞ്ഞാൽ കടയാണ്. സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ പോകാറുള്ള സ്ഥലത്തിനാണ് പീടിക എന്ന് പറയും. അവിടുത്തെ അവസ്ഥ എന്താണ്? തിരക്കാണ്. അപ്പം എന്തുകൊണ്ടാണ് കടയിൽ ഇത്ര തിരക്ക്? എന്താണ് കഥാകാരൻ വിചാരിക്കുന്നത്? പൊതുവെ നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഇപ്പം നല്ല മഴയുള്ള കാലമല്ലേ, അതുപോലെയുള്ള ഒരു മഴക്കാലത്താണ് ഈ കഥ നടക്കുന്നത്. അപ്പം രാവിലെ മുതൽ മഴയാണ്. എല്ലാവരും മഴ മാറട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഒരേ സമയം പീടികയിലെത്തിയപ്പോഴോ പീടികയിൽ നല്ല തിരക്കായി. പകൽ മുഴുവൻ മഴയായിരുന്നല്ലോ. പകൽ മുഴുവൻ മഴയായിരുന്നു. ഈ മഴ എന്ന വാക്കിന് മറ്റു വല്ല വാക്കുകൾ അറിയും? മഴ എന്ന വാക്കിൻ്റെ സമാനമായ വാക്കുകൾ അറിയാമോ?
വർഷം എന്നൊരു വാക്കുണ്ട്, വർഷക്കാലം, വർഷം. പിന്നെയോ പേമാരി എന്നൊക്കെ പറയില്ലേ, പേമാരി. മാരി എന്ന പേമാരി എന്ന് പറഞ്ഞാൽ കനത്ത മഴയ്ക്കാണ് പറയുക. മാരി എന്ന് പറഞ്ഞാൽ മഴയാണ്. മാരി, വർഷം, ഇതെല്ലാം മഴയ്ക്ക് സമാനമായ മറ്റു വാക്കുകളാണ്. ഇതൊന്ന് തീർന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം എന്ന് കരുതി ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. ആരാണ് ഈ കഥ പറയുന്നത്? കഥ പറയുന്നത് കഥാകൃത്താണ്. കഥാകൃത്തിൻ്റെ ഒരു മനസ്സിലൂടെയാണ് ഈ കഥ. അപ്പോൾ എന്തുകൊണ്ടാണ് പീടികയിൽ പോകാൻ വൈകിയത്? ഇത് തീരട്ടെ എന്ന് വിചാരിച്ചു. പകല് മുഴുവൻ മഴയായിരുന്നു. മഴ തീർന്നിട്ട് കടയിൽ പോകാം എന്ന് വിചാരിച്ച് കഥാകൃത്ത് മടി പിടിച്ച് വീട്ടിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയല്ലേ, മഴയത്ത് വീട്ടിലിരിക്കാനാണ് നമുക്ക് ഇഷ്ടം. വീടിനകത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ കറുമ്പുറാന്നൊക്കെ കടിച്ച് തിന്ന് അങ്ങനെ ഇരിക്കാനൊരു രസമല്ലേ. അപ്പം അതുപോലെയാണ് കഥാകൃത്ത് മടി പിടിച്ചിരിക്കുകയായിരുന്നു. മഴ മാറിയപ്പോഴോ, പിന്നെ അത് മാത്രമല്ല, മറ്റൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. കഥാകൃത്തിൻ്റെ വീട് എവിടെയാണെന്നറിയൂ? ഒരു കുന്നിൻ്റെ മുകളിലാണ്. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് വയസ്സുമായിരിക്കുന്നു, പ്രായമുണ്ട്. അപ്പോൾ ഈ കുന്നൊക്കെ ഇറങ്ങി മഴയത്ത് വരട്ടെ, വഴുക്കലും ചെളിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് മഴ പോകട്ടെ എന്ന് വിചാരിച്ചത്. പിന്നെ എന്തിനാണ് കടയിലേക്ക് വരണമെന്ന് നിർബന്ധം എന്താ? നാളെ വന്നാൽ പോരെ? കാരണമുണ്ട്. വീട്ടിൽ അത്യാവശ്യ സാധനങ്ങളൊന്നും തന്നെയില്ല. എന്താണിപ്പോൾ വീട്ടിൽ അത്യാവശ്യ സാധനങ്ങൾ? പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണ്? ചോറല്ലേ. ചോറ് വയ്ക്കാൻ അരി വേണം, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ ഗോതമ്പ് പൊടി വേണം. ഈ രണ്ട് പ്രധാന സാധനങ്ങളും കഥാകൃത്തിൻ്റെ വീട്ടിലില്ല. അരിയും തീർന്നു പോയിരിക്കുന്നു, ഗോതമ്പ് പൊടിയും തീർന്നു പോയിരിക്കുന്നു. മാത്രമല്ല ഉപ്പും മുളകും ഒന്നുമില്ല. അപ്പം പീടികയിൽ പോയിട്ടില്ലെങ്കിൽ കഥാകൃത്തിന് പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ മഴയത്തും കടയിലേക്ക് വരേണ്ടി വന്നത്. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. അപ്പം എങ്ങനെയാണ് പകലൊക്കെ ഈ കഥാകൃത്ത് സമയം കഴിച്ചതെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ഒറ്റയ്ക്കാണ് വീട്ടിൽ, ആരുമില്ല. കൂട്ടത്തിൽ പറയാം, ഈ കഥാകൃത്തും ഇപ്പോൾ ഒറ്റയ്ക്കാണ് കഴിയുന്നത് കേട്ടോ. കണ്ണൂരിലുള്ള പള്ളിക്കുന്നിലെ വീട്ടിൽ കഥാകൃത്തിൻ്റെ ഒരു സഹായി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ കാര്യം അതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാര്യം അതാണ്. മക്കളില്ല അദ്ദേഹത്തിന്, ഭാര്യ മരിച്ചു പോയിരിക്കുന്നു. വീട്ടിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രിതന്, അദ്ദേഹത്തെ നോക്കുന്ന ഒരാൾ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി കുറേയൊക്കെ ബന്ധം ഈ കഥയ്ക്കുണ്ട്. അപ്പോൾ ആകാശത്തേക്ക് നോക്കി മഴ മാറുമോ എന്ന് നോക്കി അങ്ങനെ ഇരുന്നു. ആകാശം എന്ന വാക്കിന് സമാനമായ വാക്കുകൾ എന്തൊക്കെയാണ്? ആകാശം, നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് മാനം, വാനം, ഗഗനം, നഭസ്. ഇതൊക്കെ ആകാശത്തിൻ്റെ സമാനമായ വാക്കുകളാണ്. ഈ പീടികയിൽ കുറേ പേരുണ്ട്. പീടിക എന്ന് പറഞ്ഞാൽ കട പറഞ്ഞല്ലോ. പീടികയിൽ ഒരുപാട് പേരുണ്ട്. അതിലധികം ആളുകളും പ്രായമുള്ള, കുറച്ച് വയസ്സുള്ള തൊഴിലാളി സ്ത്രീകളാണ്. തൊഴിലാളി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. തൊഴിലാളി, തൊഴിൽ ചെയ്യുന്നവർ. ഈ തൊഴിലാളി എന്ന വാക്കിൻ്റെ വിപരീത വാക്ക് നിങ്ങൾക്കറിയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. തൊഴിലാളി, മുതലാളി. തൊഴിലാളിയുടെ വിപരീത വാക്കാണ് മുതലാളി. പിന്നെ ഈ തൊഴിലാളി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. ഇവരിൽ പലരെയും കഥാകൃത്തിന് പരിചയമുണ്ട്, മുഖപരിചയമുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് ആ കടയിലൊക്കെ വെച്ച് കാണാറുണ്ട്. അവരെ പരിചയമുണ്ട്. ഒന്നുകൂടി നോക്കുക പാരഗ്രാഫ്. നേരം സന്ധ്യയാകാറായി, എന്നിട്ടും പീടികയിൽ നല്ല തിരക്കായിരുന്നു. എന്നെപ്പോലെ തന്നെ എല്ലാവരും മഴ തീരാൻ കാത്തു നിന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പകൽ മുഴുവൻ മഴയായിരുന്നല്ലോ. ഇതൊന്ന് തീർന്നിട്ട് പുറത്തേക്കിറങ്ങാം എന്ന് കരുതി ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. വീട്ടിലാണെങ്കിൽ പല സാധനങ്ങളും ഇല്ലായിരുന്നു. ഉപ്പ്, മുളക്, അരി, ഗോതമ്പ് പൊടി, അങ്ങനെ പലതും. പക്ഷെ എനിക്ക് മഴയത്ത് കുന്നു കയറിയിറങ്ങി പീടികയിലേക്ക് പോകാനുള്ള ശക്തിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ആകാശത്തേക്ക് നോക്കി മറ്റൊന്നും ചെയ്യാതെ അക്ഷമനായി ഞാൻ വീട്ടിലിരുന്നു. പീടികയിൽ വന്നവരിൽ കൂടുതലും പ്രായം ചെന്ന തൊഴിലാളി സ്ത്രീകളായിരുന്നു. അവരിൽ ചിലരെയൊക്കെ എനിക്ക് മുഖപരിചയവും ഉണ്ടായിരുന്നു. അക്ഷമനായി എന്ന് പറഞ്ഞാൽ എന്താണ്?
ക്ഷമയില്ലാതെ എന്നാണ് അർത്ഥം. പീടികയിൽ വെച്ചു തന്നെയും പിന്നെ അവിടെ അടുത്തു തന്നെയുള്ള തീപ്പെട്ടി കമ്പനിയുടെ മുൻപിൽ വെച്ചും മറ്റും തങ്ങൾക്ക് വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി ഇരുട്ടാകുന്നതിനു മുമ്പേ വീട്ടിലെത്താനുള്ള ധൃതിയിലായിരുന്നു അവരൊക്കെ. മുകുന്ദ, എനിക്ക് 100 വെളിച്ചെണ്ണ മാത്രം മതി, എനിക്ക് 2 കിലോ അരിയേ വേണ്ടൂ, അത് കൊണ്ടുപോയിട്ട് വേണം, വീട്ടിൽ കുട്ടികളെയുള്ളൂ, ഒന്ന് വേഗം തന്നാട്ടെ എന്നൊക്കെയുള്ള അവരുടെ പരിദേവനങ്ങൾ കേട്ട് ഞാൻ വരാന്തയുടെ അറ്റത്ത് മാറി നിന്നു. അപ്പോൾ പരിചയമുള്ളവരാണ്. അവരെന്താ ചെയ്യുന്നത്? അവരിങ്ങനെ തിരക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് അവരുടെയൊക്കെ വീട്ടിലത്തെ അവസ്ഥ എന്താണ്? ചിലരുടെ വീട്ടിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ, ചെന്നിട്ട് വേണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞ് ധൃതി കൂട്ടുകയാണ്, തിരക്ക് കൂട്ടുകയാണ്. കഥാകൃത്ത് എന്താണ് ചെയ്യുന്നത്? അവരുടെ തിരക്കൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. നമുക്ക് ബാക്കി പാഠഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പാഠഭാഗം നന്നായിട്ട് വായിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.